ഹായ് ഫ്രണ്ട്സ്. കുറച്ച് ആളുകൾക്കെങ്കിലും പല്ലുവേദന അല്ലെങ്കിൽ പല്ലിൽ മഞ്ഞക്കറ വരാറുണ്ട്. ഇത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കുറച്ചധികം നല്ല ടിപ്സുകളെല്ലാം ഉണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ ടിപ്സ് ഒന്ന് നോക്കാം. ഞാനൊരു സവാള എടുത്ത് അതിൻ്റെ തൊലിയെല്ലാം നീക്കം ചെയ്തതിന് ശേഷം എടുത്തതാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതൊന്നൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. സവാള നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇനി നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് സവാള എടുക്കുന്നത്. നല്ലതുപോലെ തുരുമ്പെടുത്തിട്ടുള്ള ഇരുമ്പിന്റെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, കത്തി, അതേപോലെ തന്നെ മറ്റെന്ത് ടൂളാണെന്നുണ്ടെങ്കിലും അതിലെ കറ പോകുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സവാള കട്ട് ചെയ്യാം. എന്ന് കഴിഞ്ഞപ്പോൾ തുരുമ്പുള്ള ഒരു കത്തിയാണ് കേട്ടോ. വലിയ കറ കളയാനാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഒരു ചെറിയ പീസ് സവാള മതിയാവും. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ആ ഒരു ഇരുമ്പ് കറ ഉള്ളിടത്തൊക്കെ നന്നായിട്ട് ഈ സവാള വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചിട്ട് അതിൻ്റെ നീര് മുഴുവനായിട്ടും ആ ഒരു കത്തിയിൽ തേച്ച് കൊടുത്താലും മതി. സവാളയുടെ നീര് ഇതുപോലെ തേച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ടൊരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ ഒരു പേപ്പറോ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ഒന്ന് തുടച്ച് നോക്കൂ. അതിലുള്ള എല്ലാ കറിയും വരുന്നത് കാണാനായിട്ട് സാധിക്കും. കണ്ടപ്പോൾ എത്ര തുടയ്ക്കും തോറും അതിനുള്ള ആ ഒരു ഇരുമ്പിൻ്റെ കറ നമുക്ക് ക്ലീനായി കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി തുരുമ്പ് പിടിച്ച കത്തികൾ, അതേപോലെ തന്നെ തുരുമ്പിച്ച സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടുന്നതാണ്. ഇനി അടുത്ത ടിപ്സ് ഒന്ന് നോക്കാം. ഞാനൊരു പാത്രം എടുത്ത് അതിലേക്ക് ഏകദേശം ഒരു ടീസ്പൂൺ അളവിൽ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് വേണ്ട കുറച്ച് ചായപ്പൊടി, ഏകദേശം ഒരു സ്പൂൺ അളവിലുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഉപ്പ് ചേർത്തിട്ടുള്ള ഈ ഒരു ചായപ്പൊടി വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ച് ഒരു കട്ടൻ ചായൻ്റെ ഒരു നല്ലൊരു കളർ വരുന്നവരെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഇതുപോലത്തെ കുപ്പി ഗ്ലാസ്സുകൾ അല്ലെങ്കിൽ പൊട്ടുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ 2-3 എടുത്തിട്ടുണ്ട് കേട്ടോ, സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ചെടുത്തിട്ടുള്ള ചൂടോട് കൂടിയിട്ട് ആ ഒരു കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ചൂടോട് കൂടി നമ്മൾ ഈ ഒരു കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇപ്പം ചായ ഒഴിച്ചിട്ടുള്ള കറ ഉണ്ടാവും നമ്മുടെ ഗ്ലാസ്സുകളിലൊക്കെ. ആ കറയൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഉപ്പ് ചേർത്തുള്ള ഈ ഒരു കട്ടൻ ചായ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുതിയതുപോലെ തിളങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുള്ള കട്ടൻ ചായ ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് സോപ്പൊന്നും ഉപയോഗിക്കാതെ തന്നെ കൈകൊണ്ട് ആ ഒരു വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ആയി കിട്ടുന്ന കേട്ടോ. കുപ്പി ഗ്ലാസ്സുകളിൽ ചായക്കറ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ടൻ ചായയിൽ തന്നെ ഉപ്പ് ചേർത്തിട്ട് നിങ്ങൾ കഴുകി നോക്കൂ. നന്നായിട്ട് ക്ലീൻ ആവുന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ആ ഉപ്പിൻ്റെ അംശം പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്താൽ മതി. പൂർണ്ണമായിട്ട് ക്ലീൻ ആയി കിട്ടുന്നതാണ് കേട്ടോ. ഇതിനു മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അനാർക്കലി എന്ന് പറഞ്ഞുള്ള ഒരു ഹെയർ ഓയിലിനെ കുറിച്ചിട്ട്. അപ്പോൾ ഒരുപാട് പേര് അത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ അത്രയും അധികം എൻക്വയറീസും ഓർഡറുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് 27ലധികം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കാച്ചിയെടുത്തുള്ള എണ്ണയാണ്. പിന്നെ അത് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ പരമ്പരാഗതമായ രീതിയിൽ തന്നെയാണ്. ഒരു സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. മുടി പെട്ടെന്ന് വളരുന്നതിനും മുടി കൊഴിച്ചിൽ മാറുന്നതിനും അകാല നര വരാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഓയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അതുകൂടാതെ അനാർക്കലിയുടെ മറ്റൊരു പ്രൊഡക്റ്റാണ് ഫെയർനെസ് ഓയിൽ. ഈ ഫെയർനെസ് ഓയിൽ നമുക്ക് ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഓയിലി സ്കിൻ അല്ലാത്ത നോർമൽ സ്കിൻ ആയിട്ടുള്ളവർക്കും ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർക്കും അവരുടെ മുഖത്തുള്ള പിഗ്മെന്റേഷൻ പോകാനും ഡാർക്ക് സ്പോട്ട് ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനും പിന്നെ അതേപോലെ തന്നെ ബ്രൈറ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫെയർനെസ് ഓയിലാണ്. ഇതിൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പപ്പായ, അവക്കാഡോ, അതേപോലെ ബീട്രൂട്ട്, ക്യാരറ്റ്, കുങ്കുമപ്പൂവ്, അതേപോലെ തന്നെ നാടൻ പച്ചമഞ്ഞൾ, ഇതെല്ലാം ചേർത്ത് കാച്ചിയെടുത്തിട്ടുള്ള ഒരു ഫെയർനെസ് ഓയിലാണ് കേട്ടോ. ഇതിൽ മഞ്ഞൾ ചേർത്തെന്ന് വെച്ചാൽ നമ്മൾ മുഖത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുഖത്തിൽ ആ ഒരു മഞ്ഞ ഷെയ്ഡ് ഉണ്ടാവില്ല. നിങ്ങൾ നോർമലായിട്ടുള്ള ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് കഴുകി കളഞ്ഞാൽ മതി. ഈ ഒരു ഫെയർനെസ് ഓയിൽ നിങ്ങൾക്ക് ശരീരം മുഴുവൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് വരെ ഇത് ഉപയോഗിക്കാം കേട്ടോ.
ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ല. പിന്നെ ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഓയിൽ ഒരു അല്പം നമ്മളെടുത്ത് കയ്യിലേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടിയതിന് ശേഷം നമ്മുടെ മുഖത്തെല്ലാം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് മാറ്റിയെടുക്കാൻ സഹായിക്കുന്നതാണ്. ഈ ഫെയർനെസ് ഓയിലിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടും നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പല്ലുവേദന വന്നു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അതിന്റെ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ അലർജി ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് പല്ലുവേദന മാറ്റിയെടുക്കാനുള്ള ചെറിയൊരു ഒറ്റമൂലിയാണ് കേട്ടോ. അപ്പൊ ചെറുതെന്ന് പറഞ്ഞാൽ ഭയങ്കര പവറാണ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് വേണ്ടത് നമുക്ക് വെളുത്തുള്ളി വേണം, അതേപോലെ തന്നെ പനിക്കൂർക്ക, ഗ്രാമ്പു ഇത്രയും എടുക്കുന്നുണ്ട്. പനിക്കൂർക്ക നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് ആയിരിക്കണം. എന്നിട്ട് 2 ഇല എടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു ചെറിയ ഇലയാണ്, ഒരുപാട് വലിപ്പമില്ല. അപ്പം നമുക്കൊരു ചെറിയ ഇല ആയതുകൊണ്ട് തന്നെ 2 പനിക്കൂർക്കയുടെ ഇല എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരല്ലി വെളുത്തുള്ളി, ഒരുപാട് വലിയ അല്ലിയാണെന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതി. ഒരല്ലി വെളുത്തുള്ളി, 3 ഗ്രാമ്പു ഇത്രയും നമ്മൾ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അമ്മയുണ്ടെങ്കിൽ അമ്മയിൽ നന്നായിട്ട് ഒരല്പം പോലും വെള്ളം ചേർത്താണ് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. പനിക്കൂർക്കയുടെ ഇല ചതയ്ക്കുന്ന സമയത്തിന് അതിൻ്റെ നീര് വരും. അപ്പോൾ വെളുത്തുള്ളീൻ്റെ ഇതും ഒക്കെ കൂടി ചേർന്ന് നമുക്ക് അരയാനായിട്ടുള്ള ഒരു ഈർപ്പം അതിലുണ്ടാവും. അപ്പം ഞാനിത് ഈ ചെറിയൊരു ഓരലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ച് ചതച്ച് അത് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. പരമാവധി അരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ അരച്ചെടുക്കുക. പനിക്കൂർക്കയുടെ ഇല നമുക്ക് മോണയിലുള്ള വേദനയും അതേപോലെ തന്നെ പല്ലിന്റെ വേദനയൊക്കെ നമുക്ക് പെട്ടെന്ന് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. പിന്നെ വെളുത്തുള്ളി നമ്മൾ ചേർത്തതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ അതിലുള്ള പല്ലിലുള്ള പുഴുക്കളെ കൊല്ലാനായിട്ട് സഹായിക്കുന്നതാണ്. ഗ്രാമ്പു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടും വേദന ഇല്ലാണ്ടാക്കുന്ന ഒരു വേദന സംഹാരിയായിട്ടും പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ പല്ലുവേദന ഉള്ള ഒരു ഭാഗത്ത് ഇതുപോലെ ഒരു അല്പം നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തുള്ള ഈ ഒരു കൂട്ട് ആ ഒരു വേദനയുള്ള ഭാഗത്ത് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് നന്നായിട്ട് അരച്ചെടുത്തതാണെന്നുണ്ടെങ്കിൽ മാത്രം അതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കോട്ടന്റെ നല്ല വൃത്തിയുള്ള തുണി വേണം കേട്ടോ എടുക്കാനായിട്ട്. കോട്ടന്റെ തുണിയോ അല്ലെങ്കിൽ ഇതുപോലെ പഞ്ഞി എടുത്തിട്ട് ഇതുപോലെ അത് ഒന്ന് പൊതിഞ്ഞ് ചെറിയൊരു കിഴി രൂപത്തിലാക്കിയിട്ട് ആ പല്ലുവേദനയുള്ള ഭാഗത്ത് കുറച്ച് സമയം ഏകദേശം ഒരു 10-15 മിനിറ്റോളം ആ പല്ലുവേദനയുള്ള ഭാഗത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ നീരിറങ്ങുന്ന രീതിയിൽ ഒന്ന് കടിച്ചു പിടിച്ച് ഒരു 20 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോ 10ൽ കൂടുതൽ ടൈം എടുക്കും. കുറച്ചധികം സമയം എടുത്താലും കുഴപ്പമില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പല്ലുവേദന ഇൻസ്റ്റന്റ് ആയിട്ട് മാറി കിട്ടുന്നതാണ് കേട്ടോ. മിക്ക ആളുകൾക്കും പല്ലിൽ മഞ്ഞക്കറ വരാറുണ്ട്. നമ്മൾ സ്ഥിരമായിട്ടുള്ള പല ശീലങ്ങൾ കൊണ്ടായിരിക്കാം. ചില ആളുകൾക്ക് പുകവലി കാരണമോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കാപ്പി ചായയൊക്കെ കുടിക്കുന്നതുകൊണ്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്കത് ഇൻസ്റ്റന്റ് ആയിട്ട് ആ പല്ലൊന്ന് കറയൊന്ന് കളഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 1 സ്പൂൺ അളവിൽ ചായപ്പൊടിയാണ് കേട്ടോ എടുത്തുള്ളത്. ചായപ്പൊടി നിങ്ങൾ ഉപയോഗിച്ച ചായക്കറ കൊണ്ട് എന്തോ കറ വരുന്നില്ല എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ഇതുപോലെ ചായപ്പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറയെല്ലാം പോകുന്നതാണ്. ഇനി ഈ ചായപ്പൊടിയിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിലും കുറവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടുന്നതിനും ഒന്ന് നൈസ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഓരലിലിട്ടിട്ട് നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ ചേർത്തുള്ള ബേക്കിംഗ് സോഡയും ഉപ്പും ചായപ്പൊടിയും കൂടിയൊക്കെ നന്നായിട്ട് നമുക്ക് പരമാവധി പൊടിക്കാൻ പറ്റുന്ന രീതിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പൊടിച്ചെടുത്ത മിക്സിലേക്ക് നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തി കഴിഞ്ഞാൽ നമ്മുടെ മോണകളിൽ ഉണ്ടാകുന്ന വേദനകളും ഇൻഫെക്ഷനൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടിയും ഇപ്പം നമ്മൾ പൊടിച്ചെടുത്തുള്ള എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് ടൂത്ത് പേസ്റ്റ് ആണോ ഉപയോഗിക്കുന്നത് ആ ഒരു ടൂത്ത് പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ചേർത്തുള്ള പൊടികളും അതേപോലെ തന്നെ പേസ്റ്റുകളും തമ്മിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയി വരണം. ഇത് നമുക്ക് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കണ്ടെയ്നർ അടച്ചിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചു വെച്ചാൽ കേടുകൂടാണ്ട് ഒരുപാട് ദിവസം ഇരിക്കുന്നതാണ് കേട്ടോ. നല്ലതുപോലെ മഞ്ഞക്കറ ഉണ്ടെങ്കിൽ നിങ്ങൾ 2 ദിവസം അടുപ്പിച്ച് ഉപയോഗിക്കുക. 2 ദിവസം അടുപ്പിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ അതിലുള്ള മഞ്ഞക്കറയൊക്കെ പൂർണ്ണമായിട്ട് മാറി കിട്ടുന്നതാണ്. ഇനി മഞ്ഞക്കറ കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ 2 തവണ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഉപയോഗിക്കാം. കുട്ടികളാവുന്ന സമയത്ത് കുട്ടികൾക്കാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1 തവണ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.